പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, മക്കൾക്കായി മാതൃസന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോ ഞങ്ങൾക്കായി കുരിശിലർപ്പിച്ച ബലിയും ആ ബലിയുടെ സമയത്ത് അമ്മയെ ഞങ്ങൾക്ക് പരമേൽപ്പിച്ചുകൊണ്ട് അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായി അമ്മയോട് ചേർന്ന് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ സ്വർഗം തിരുമനസ്സായതിനെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അമ്മയെ ചേർത്ത് പിടിച്ച് അമ്മയുടെ ശക്തി സ്വന്തമാക്കി അമ്മയുടെ മാധ്യസ്ഥത്തില് ഓരോ നിമിഷവും ജീവിക്കുവാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഇടയാകട്ടെ. ഞങ്ങളുടെ മക്കളെ മാതൃസ്ഥാനത്തിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാവരെയും പരമേൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ശക്തമായ ഇടപെടൽ, ജപമാലയുടെ ശക്തി, കൃപ നിറഞ്ഞ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും അനുഗ്രഹമായി മാറട്ടെ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് മാതൃസന്നിധിയില് നമ്മുടെ മക്കളെല്ലാവരെയും വലിയ സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ വിഷയം, നമ്മുടെ മക്കൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. നമുക്കറിയാം, പരിശുദ്ധ അമ്മയോട് മാലാഖ സന്ദേശം അറിയിച്ചു, മംഗളവാർത്ത അറിയിച്ചു. ആ സമയത്ത് മാതാവ് പറയുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ദൂതൻ പറഞ്ഞൊരു വലിയ കാര്യമാണ് ലൂക്ക 1:35, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് അമ്മയെ കുറിച്ച് ധ്യാനിക്കുക. പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ പരിശുദ്ധയമ്മ. നമ്മളൊക്കെ ദൈവത്തിന്റെ മക്കളാണ്. റോമ 8:14 പറയുന്നുണ്ട്, ആരാണ് ദൈവത്തിന്റെ മക്കള്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. നമ്മൾ ഇന്ന് നമുക്ക് വേണ്ടി, അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി മാതൃസന്നദ്ധിയില് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്, അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മുടെ മക്കളിലും അതുപോലെ നിറയപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഇന്ന് അനേകം ആത്മാക്കളാൽ, നമ്മള് മോണിക്ക പ്രാർത്ഥനയിൽ കണ്ടു, അനേകം ആത്മാക്കളാൽ നയിക്കപ്പെടാൻ സാധ്യതയുള്ള, സാഹചര്യമുള്ള, അവസ്ഥയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആരാണ്? ആത്മാവ് നമ്മിൽ വസിക്കാനും നമ്മെ നിയന്ത്രിക്കാനും ശക്തിയുള്ള, കഴിവുള്ളവൻ അവനാണ് ആത്മാവ്. നമ്മൾ ദൈവത്തിന്റെ മക്കൾ ദൈവാത്മാവിനാലേ നയിക്കപ്പെടാവൂ. അല്ലാത്ത ഒത്തിരി ആത്മാക്കളുണ്ട്. ആഭിചാര്യത്തിന്റെ ആത്മാവ്, വശീകരണത്തിന്റെ ആത്മാക്കള്, ഹലാലിന്റെ ആത്മാവ്, വ്യഭിചാരത്തിന്റെ ദുർഭൂതം, കലഹത്തിന്റെ ആത്മാവ്, അനുസരണക്കേടിന്റെ ആത്മാവ്, വാശിയുടെ ആത്മാവ്, കലി കോപത്തിന്റെ ആത്മാവ്, മദ്യത്തിന്റെ ആത്മാവ്, ലഹരിയുടെ ആത്മാവ്, ഒത്തിരിയേറെ ആത്മാക്കളാൽ നിറയപ്പെട്ട ഈ ലോകത്തില് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കേണ്ടത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ എല്ലാം സംഭവിക്കും. അസാധ്യം. നമ്മൾ ഇന്ന് മക്കളെ കുറിച്ച് പലതും ചിന്തിക്കുന്നുണ്ട്. എങ്ങനെ മോൻ രക്ഷപ്പെടും, എങ്ങനെ മോള് രക്ഷപ്പെടും, അച്ഛാ പ്രാർത്ഥിക്കണം, ബന്ധിക്കണം, അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടി പലരും പറയാറുണ്ട്. കെട്ടിപ്പോയി, ബന്ധിക്കപ്പെട്ടുപോയി, അടിമപ്പെട്ടുപോയി, അങ്ങേ പാതാളത്തിലേക്ക് പോയി, എങ്ങനെ സംഭവിക്കും? ഇപ്പൊ മാതാവിന്റെ അടുത്തേക്ക് ദൂതം വന്നു, കന്യകയാണ്, കന്യക ഗർഭം ധരിക്കും. പുരുഷനെ അറിയാതെ എങ്ങനെ ഗർഭം ധരിക്കും? കന്യക ആയിരിക്കെ എങ്ങനെ ഗർഭം ധരിക്കും? അസാധ്യം, അസാധ്യമാണ്. എന്നാൽ അത് സാധ്യമാക്കുന്ന വലിയ സ്വർഗത്തിന്റെ രഹസ്യമാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെല്ലാവരെയും സ്നേഹത്തോടെ ഈ അമ്മയോട് ചേർന്ന് പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ ഈ
അമ്മയോട് ചേർത്ത് നമുക്ക് ഇന്ന് നമ്മുടെ മക്കളെ ഓരോരുത്തരെയും മാതൃസന്നദ്ധിയിൽ സമർപ്പിക്കാം. ദിവ്യകാരുണ്യനാഥന്റെ സന്നദ്ധിയിൽ ഈ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മ നമുക്ക് വേണ്ടി ഇന്ന് ഈശോയോട് പ്രാർത്ഥിക്കും. എന്തിനെന്നറിയോ? നമ്മുടെ മക്കൾ എവിടെയാണോ, ഏതെല്ലാം അവസ്ഥയിലാണോ, ഏതെല്ലാം ബന്ധനത്തിലാണോ, ഏതെല്ലാം സ്വഭാവത്തിലാണോ, ഏതെല്ലാം ദുശീലത്തിലാണോ, ഏതെല്ലാം തർക്കദോഷത്തിലാണോ, നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന ഏത് മേഖലയിലുമാകട്ടെ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഇതെല്ലാം മാറിപ്പോകും. പരിശുദ്ധാത്മാവ് നയിക്കാൻ തുടങ്ങുമ്പോ, പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുമ്പോ മറ്റെല്ലാ അരൂപികളും മറ്റെല്ലാ ആത്മാക്കളും മറ്റെല്ലാ ശക്തികളും അതിനാൽ തന്നെ നിർവീര്യമാക്കപ്പെടും. അച്ഛൻ ഈ ഡെലിവറൻസിന്റെ വിടുതലിന്റെ ക്ലാസ് എടുക്കുമ്പോ എപ്പോഴും പറയും, പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ നമ്മിലുള്ള മറ്റാത്മാക്കൾ വിട്ടുപോകുന്നതാണ് ശരിക്കുമുള്ള ഡെലിവറൻസ് അല്ലെങ്കിൽ ബഹിഷ്കരണം. പ്രകാശം വന്ന് നിറയുമ്പോൾ എന്ത് സംഭവിക്കും? അന്ധകാരം താനേ മാറിപ്പോകും. എന്നതുപോലെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ മറ്റെല്ലാ ആത്മാക്കളും താനെ വിട്ടുമാറിപ്പോകും. ഇന്ന് നമ്മള് അതിനു വേണ്ടിയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആത്മാവാണ് ജീവൻ തരുന്ന, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നമ്മുടെ മക്കളുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാക്കളാണ് മക്കളെ, നമ്മുടെ മക്കളുടെ സ്വഭാവത്തിന്, തീരുമാനത്തിന്, ബന്ധങ്ങൾക്ക്, ശീലങ്ങൾക്ക് ജീവൻ നൽകുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മക്കളിൽ നിറയാൻ വേണ്ടി അതുപോലെ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തില്, ജീവിത പങ്കാളിയില്, മക്കളില് ഈ പരിശുദ്ധാത്മാവ് അതുപോലെ നിറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മാറും, മക്കളുടെ പ്രശ്നങ്ങൾ മാറും. എന്തിനും ഏതിനും ഇവിടെ പരിഹാരം കിട്ടും. ഈ തിരിച്ചറിവോടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അമ്മയുടെ മധ്യസ്ഥത്തില്, അമ്മയുടെ മാതൃ സന്നിധിയില് നമ്മുടെ എല്ലാ മക്കളെയും പരമേൽപ്പിച്ചുകൊണ്ട് ദിവ്യാനുസരണം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാവരും സന്തോഷമായിരിക്കണേ. ഈ ഒരു പ്രത്യാശയിലും ഒരു കാര്യം സത്യമാണ്, ഈ പറയപ്പെട്ട കാര്യങ്ങൾ നമ്മിലും നമ്മുടെ മക്കളിലും സംഭവിച്ചാൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. നമ്മൾ അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ആരും സങ്കടപ്പെടരുത്. ചിലരെങ്കിലും പറയും, എത്ര നാളും പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല അച്ഛാ. പലരൊക്കെ പറഞ്ഞു, അച്ഛാ മോണിക്ക പുണ്യവതി 19 വർഷമല്ലേ പ്രാർത്ഥിച്ചുള്ളൂ, ഞങ്ങൾ 22-30 വർഷങ്ങളേറെയായി. പക്ഷെ ആ ചൈതന്യമുണ്ട്, വിശ്വാസത്തിന്റെ ഉറപ്പ്, ആ അടിസ്ഥാനത്തില് നിന്ന് പ്രാർത്ഥിച്ചു. അതിന് ഒരു അഭിഷേകമാണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അതിനുവേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇപ്പൊ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുക, കർമ്മൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക, കടങ്ങളുടെ പൊറുതിക്കായിട്ട് പ്രാർത്ഥിക്കുക. വലിയൊരു വിടുതലും അഭിഷേകവും ദൈവിക ശക്തിയും നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും ഒക്കെ നിറയപ്പെടുവാൻ ഇടയാകട്ടെ. മക്കൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ വേണ്ടി പരിശുദ്ധാത്മാവ് വന്ന് ആവസിച്ച പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയില്, അമ്മയുടെ സന്നിധിയില് മക്കളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് അങ്ങേ തിരുസന്നിധിയിലായിരിക്കുവാൻ അങ്ങയുടെ മക്കളായി ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഈശോയെ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. അമ്മയുടെ വലിയ സ്നേഹം, അമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണല്ലോ ഞങ്ങള്. ഈശോയെ, അമ്മയെ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത്, അമ്മയുടെ കൂടെ ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ചതിനെ ഓർത്ത്, അമ്മയുടെ സഹായം, അമ്മയുടെ സംരക്ഷണം, അമ്മയുടെ വാത്സല്യം എല്ലാം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയുടെ അമ്മയെ തന്നെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇത്ര സുരക്ഷിതമായ, ഇത്ര സ്നേഹത്തിന്റെ സംരക്ഷണത്തിലായിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിച്ചല്ലോ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അമ്മയുടെ സന്നിധിയില്, അമ്മയുടെ സംരക്ഷണത്തിന് പരമേൽപ്പിച്ചുകൊണ്ട് സകല മാലാഖമാരോട് ചേർന്ന്, എല്ലാ വിശുദ്ധരോട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തില് ഞങ്ങളൊന്ന് ചേർന്ന് സന്തോഷത്തോടെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, നന്ദി. ആരാധന, ആരാധന, ആരാധന. ഈശോയെ മഹത്വം. ദിവ്യകാരുണ്യ ഈശോയെ,
എത്ര ഭാഗ്യപ്പെട്ട മക്കളാണ് ഞങ്ങളെന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ. അങ്ങയെ സ്വന്തമാക്കി, അങ്ങയെ സ്വീകരിച്ച്, അങ്ങ് കുരിശിൽ പൂർത്തീകരിച്ച രക്ഷാകര രഹസ്യങ്ങൾ സ്വന്തമാക്കി അതിലേറെ ഈ ലോകത്ത് ജീവിക്കുമ്പോ കൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മയുടെ കൂടെയായിരിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യം എത്രയോ വലുത്. ഈശോയെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തന്നെ പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ ഇടയാകുമല്ലോ. ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ പ്രത്യേകിച്ചും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മക്കളിൽ നിറയപ്പെടാൻ വേണ്ടി അമ്മയുടെ സന്നിധിയില്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ അമ്മയുടെ സന്നിധിയില് ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കളെ പരിശുദ്ധാത്മാവല്ലാത്ത മറ്റൊരു ആത്മാവും നയിക്കാൻ ഇടയാകാത്ത വിധം അമ്മയിൽ നിറഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മക്കളിലും നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തില്, അമ്മയുടെ സന്നിധിയില് ഏൽപ്പിക്കപ്പെട്ട മക്കളെ അമ്മയോട് ചേർന്ന് ഞങ്ങളിതാ തിരുസന്നിധിയില് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ പരിശുദ്ധാത്മാവിനെ നിറച്ച് ശക്തിപ്പെടുത്തി അഭിഷേകം ചെയ്യുകയും മറ്റെല്ലാ ആത്മാക്കളെയും ഞങ്ങളുടെ മക്കളിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിച്ച് പുറത്താക്കി ഞങ്ങളുടെ മക്കളെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന അങ്ങയുടെ മക്കളാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ മക്കളിൽ വന്നു നിറയണമേ. ആത്മാവേ, ശ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ മക്കളിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന് ഏറ്റവും പ്രിയപ്പെട്ടവളായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മയെ പരമേൽപ്പിച്ച അമ്മയുടെ സന്നിധിയില് ഞങ്ങൾ പരമേൽപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവെ അമ്മയിൽ നിറഞ്ഞ പോലെ ഞങ്ങളിലും ഞങ്ങളുടെ മക്കളിലും നിറയണമേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ആ വചന ശക്തി, ആ വചനം ഇപ്പോൾ ഞങ്ങളുടെ മക്കളിൽ സംഭവിക്കട്ടെ, ഞങ്ങളുടെ മക്കളിൽ സംഭവിക്കട്ടെ, ഞങ്ങളുടെ മക്കളിൽ സംഭവിക്കട്ടെ. ഈ നിമിഷം കണ്ടു പ്രാർത്ഥിക്കും മക്കളെ. നമ്മുടെ ഓരോ മക്കളിലും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്ന വചന ശക്തി ഇപ്പോൾ സംഭവിക്കട്ടെ. മറ്റെല്ലാ ആത്മാക്കളും നമ്മുടെ മക്കളെ വിട്ടുമാറി പോകട്ടെ. പ്രകാശം വരുമ്പോ അന്ധകാരം മാറിപ്പോകുന്ന പോലെ നമ്മുടെ മക്കളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, വരട്ടെ. ആ നിമിഷം, ഈ നിമിഷം മറ്റെല്ലാ ആത്മാക്കളും വിട്ടുമാറി പോകട്ടെ. വലിയ അഭിഷേകം വ്യാപരിക്കട്ടെ, വലിയ പ്രകാശം നിറയട്ടെ, പരിശുദ്ധാത്മാവ് നിറയട്ടെ, വലിയ വിടുതൽ സംഭവിക്കട്ടെ. ആത്മാവ് ഏറ്റെടുക്കട്ടെ, ആത്മാവ് നയിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. പരിശുദ്ധാത്മാവല്ലാത്ത മറ്റെല്ലാ ആത്മാക്കളും നമ്മുടെ മക്കൾ വിട്ടുമാറിപ്പോകട്ടെ, നമ്മയും വിട്ടുമാറിപ്പോകട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി ഞങ്ങളിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി ഞങ്ങളിൽ നിറയട്ടെ, എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, മക്കളിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്നുള്ള ആ വചനം അമ്മയിൽ പൂർത്തീകരിച്ചതുപോലെ നമ്മുടെ മക്കളിൽ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥത്തില് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ചും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗരാജ്യത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ മക്കൾ ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകത്താൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ മാത്രം നമ്മുടെ മക്കൾ നയിക്കപ്പെടാനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും മക്കളുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ അവസ്ഥകൾ നിങ്ങൾക്കല്ലേ അറിയൂ. ശരിക്കും ആ മക്കളെയൊക്കെ സമർപ്പിച്ച് ഓരോ മേഖലകൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ വ്യക്തിപരമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാം. ഈശോയുടെ ആശീർവാദത്തിനായിട്ടും ഈ വലിയ അഭിഷേകത്തിനായിട്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളെല്ലാവരെയും ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നദ്ധിയില്, മാതൃ സംരക്ഷണത്തില്, കർത്താവിന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കൾക്കായിട്ട് ആശീർവാദം ഈശോയിൽ നിന്ന് ചോദിച്ചു വാങ്ങാം. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയേ
പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.